പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ആകുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ആയിരിക്കുന്ന സ്ഥലത്ത് നാം ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. നശിക്കുന്നവരുടെ നടുവിലായിക്കോട്ടെ, ജീവനുള്ളവരുടെ നടുവിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും പ്രിയ സഹോദര സഹോദരി, നീ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എത്രേ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്യം എടുക്കുവാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഹല്ലേലൂയ വിശ്വാസ കണ്ണാൽ കാണുന്നു. പലയിടത്തും ഹല്ലേലൂയ ദൈവസഭ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി മാറുന്നു. ഹല്ലേലൂയ. ഒരു ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഹല്ലേലൂയ മാത്രമല്ല, അവർ തുടർമാനം ഹല്ലേലൂയ അവരെവിടെ കാല് വെച്ചാലും ആ മണം പരത്തും. ആ മണത്തെ, ആ സൗരഭ്യത്തെ ഹല്ലേലൂയ അടച്ചു വെക്കാൻ, ഒതുക്കി വെക്കാൻ, ഇല്ലാതാക്കുവാൻ, തുടച്ചു മാറ്റാൻ ആർക്കും പറ്റത്തില്ല. ഈ പകൽക്കാലം ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവ പൈതലേ, നിന്റെ സൗരഭ്യത്തെ അടച്ചു വെക്കാൻ, മൂടി വെക്കാൻ ആർക്കും പറ്റത്തില്ല. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സത്യനമസ്കാരികൾ ഒരു മലകളിൽ അല്ല, ഒരു മലയിലുമല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ശമരിയാക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലും ഈ മലയിലും ആരാധിച്ചു. ഹല്ലേലൂയ. എന്നാൽ നോക്ക്, ആ മലയിലും ഈ മലയിലും ആരാധിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ അത് തന്നെ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ ദൈവത്തെ ആത്മാവിലും ആരാധിക്കുമോ? നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ആരാധിച്ച ചട്ടക്കൂടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഹൃദയം കൊണ്ട് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമെങ്കിൽ നിങ്ങളുടെ ആരാധനയുടെ ശൈലി മാറും. നിങ്ങളുടെ ഹല്ലേലൂയ സ്തുതിയുടെ ശൈലി മാറും. ഹല്ലേലൂയ നിങ്ങളുടെ ഹല്ലേലൂയ ചിന്താഗതികൾ മാറും. ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുക മാത്രമല്ല, നോക്ക്, ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ തേജസ്സിനാൽ ചുറ്റപ്പെട്ടതുപോലെ, ദൈവത്തിൻ്റെ കണ്ണ് ഉള്ളതുപോലെ നിങ്ങൾ എവിടെ പോയാലും ആ തേജസ്സിനെ, ആ മഹത്വത്തെ നിങ്ങൾ വഹിക്കും. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിങ്ങളെ അങ്ങനെ തന്നെ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ആ വലിയ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് പകൽക്കാലം ആരാധിപ്പാൻ നിങ്ങളുടെ വീട് തുറക്കുമോ? സ്തുതിപ്പാൻ നിങ്ങളുടെ ഹൃദയം തുറക്കുമോ? ഹല്ലേലൂയ ദൈവവചനം കേൾക്കുവാൻ നിങ്ങളുടെ കാതുകളെ കർത്താവിന് വേണ്ടി കൊടുക്കുമോ? മഹത്വം നിറയും, തേജസ് നിറയും. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിറയട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവമഹത്വം വെളിപ്പെടട്ടെ. നിങ്ങളുടെ വീട് പിശാചിൻ്റെ കളിസ്ഥലമല്ല. നിങ്ങളുടെ ഹൃദയം ഹല്ലേലൂയ ചെകുത്താൻ്റെ പണിശാലയുമല്ല. അത് കർത്താവിന് വിട്ടുകൊടുത്താട്ട്, കർത്താവിന് ആരാധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്താട്ട്. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീടിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ശിമോൻ്റെ വീട് കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീടെന്നാണ് പറഞ്ഞത്. ആ വീട്ടിനകത്തേക്ക് ഒരു സ്ത്രീ വെങ്കൽ ഭരണിയിൽ ഹല്ലേലൂയ ഒരു വിലയേറിയ തൈലവുമായി കടന്നു വന്നു. ആ തൈലം പൊട്ടിച്ച് യേശുവിനെ പൂശിയപ്പോൾ വേദപുസ്തകം പറയുന്നു ആ വീട് മുഴുവനും സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. ആ വീട് മുഴുവനും നിറഞ്ഞു. ഇതുവരെ വീട് മുഴുവൻ നിറഞ്ഞത് പല പേരായിരിക്കാം, പല കംപ്ലൈൻ്റ് ആയിരിക്കാം, പല രോഗത്തിൻ്റെ പ്രശ്നമായിരിക്കാം, ചില കലഹങ്ങളായിരിക്കാം, അസമാധാനമായിരിക്കാം. എന്നാൽ വെങ്കൽ ഭരണി പൊട്ടിച്ച് തൈലം യേശുവിൻ്റെ തലയിൽ ഒഴിച്ചപ്പോൾ ആ വീട്ടിൽ നിറഞ്ഞത് സൗരഭ്യമാണ്. ബ്രദർ സിസ്റ്റർ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ മാറും. നിങ്ങളുടെ വീട്ടിനകത്ത് നിറയാൻ പോകുന്നത് ആരാധനയുടെ സൗരഭ്യമാണ്, ക്രിസ്തുവിൻ്റെ സൗരഭ്യമാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് ഉയരേണ്ടത് സ്തുതി എന്ന ഹല്ലേലൂയ ആ സൗരഭ്യമാണ്. ദൈവത്തെ നിങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നിലകളെയും വിലകളെയും ഹല്ലേലൂയ ജീവിത സാഹചര്യങ്ങളെയും ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെയും മാറ്റുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. ഹല്ലേലൂയ കലഹിക്കുന്ന സ്ഥാനത്ത് സമാധാനം ദൈവം കൊണ്ടുവരും. ചില വീട്ടുകളിനകത്തുനിന്ന് കലഹത്തെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. ചില വീട്ടിനകത്തുനിന്ന് ആശയക്കുഴപ്പങ്ങൾ മാറ്റട്ടെ. 144 സങ്കീർത്തനം പറയുന്നു ഹല്ലേലൂയ മതിൽ തകർക്കുന്നതും
പടയ്ക്ക് പുറപ്പെടുന്നതും നിലവിളികളും നിങ്ങളുടെ വീട്ടിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ഇനി നിലവിളി വീട്ടിനകത്തുനിന്ന് മാറട്ടെ, കംപ്ലൈൻറ്റുകൾ മാറട്ടെ. വീട്ടിനകത്ത് നിറയുന്നത് സമാധാന പ്രഭുവിൻ്റെ സാന്നിധ്യമാണ്. വീട്ടിനകത്ത് നിറയുന്നത് ദൈവിക സന്തോഷമാണ്. വീട്ടിനകത്ത് നിറയുന്നത് ദൈവത്തിൻ്റെ പരിമള തൈലത്തിൻ്റെ മണമാണ്. ആരാധനയുടെ സ്തുതിയുടെ ആ മണമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ്. നിങ്ങൾ എവിടെ കാല് വെച്ചാലും, നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ ഹല്ലേലൂയ ലോകത്തിൻ്റെ നടുവിൽ ഹല്ലേലൂയ ഒരു നാർന്ന ആ കേസല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ സുഗന്ധവർഗമത്രേ, ദൈവത്തിൻ്റെ സൗരഭ്യവാസനയത്രേ, ഹല്ലേലൂയ സ്വർഗത്തിൻ്റെ പെർഫ്യൂം അത്രേ. നിങ്ങളുടെ മേൽ ഒഴിച്ചിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ പരിശുദ്ധ രക്തമാണ്. ആരാധിക്കുന്ന ദൈവ പൈതലേ, നിന്നെ മുദ്രയിട്ടിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്താലാ. നിന്നെ വിലയ്ക്ക് വാങ്ങിയത് യേശുവിൻ്റെ രക്തത്താലാ. നീ ആരാധിക്കുന്ന ദൈവ പൈതലാണോ? ഇസ്രായേൽ മക്കളുടെ വീടിനെ അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് സൂക്ഷിച്ചതുപോലെ ഇന്ന് പകൽക്കാലവും നമ്മെ വിലയ്ക്ക് വാങ്ങിയ പരിശുദ്ധ രക്തം നമ്മെ ഹല്ലേലൂയ മുദ്രയിട്ടിരിക്കുക. ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമുക്ക് വേണ്ടി തന്നിരിക്കുക. അതുകൊണ്ട് നാം കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ, നാം ഇടപെടുന്ന ഹല്ലേലൂയ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ പരിമള തൈലത്തിൻ്റെ മണം വരും. ഹല്ലേലൂയ ആരാധനയുടെ മണം വരും. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി മാറും. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവൻ അവസ്ഥകളെ മാറ്റും, ചിന്താഗതികളെ മാറ്റും, ജീവിത സാഹചര്യങ്ങളെ മാറ്റും. ക്രിസ്തുയേശുവിൽ നിങ്ങളെ കൊള്ളാവുന്നവരാക്കി മാറ്റും. ഈ കർത്താവ് വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.